ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? നമ്മളിന്ന് സോഷ്യൽ സയൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഏത് ചാപ്റ്റർ, ഏത് ക്ലാസ്, ഏത് ചാപ്റ്റർ? സോഷ്യൽ സയൻസിൽ തന്നെ ഹിസ്റ്ററിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും വരുന്നുണ്ട്. ഇതിലേതായിരിക്കും എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെസ്റ്റാണ് നോക്കുന്നത്. ഹിസ്റ്ററി ടെസ്റ്റിൽ മൂന്നാമത്തെ പാഠഭാഗത്തിലെ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന പാഠഭാഗത്തിൻ്റെ പേര് തന്നെ ഉണ്ട്. ഭൂമിദാനവും ഇന്ത്യൻ സമൂഹം. ഈ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ പേരാണ് അല്ലേ? നിങ്ങൾക്കറിയായിരിക്കും അല്ലേ എന്താണ് ഈ ഭൂമിദാനം? ഒരാളെ കയ്യിലിരിക്കുന്ന ഇല്ലെങ്കിൽ ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഭൂമി മറ്റൊരു വ്യക്തിക്ക് ദാനമായിട്ട് സൗജന്യമായിട്ട് നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ ഭൂമിദാനം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ ഭൂമിദാനം എന്നൊരാശയം ആരാണ് കൊണ്ടുവന്നത്, എന്തിനാണ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന പാഠഭാഗത്ത് ഭൂമിദാനം എന്ന ആശയം ആരാണ് കൊണ്ടുവന്നതെന്നും എന്തിനാണ് കൊണ്ടുവന്നതെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. എല്ലാവരും റെഡിയാണോ? നമുക്ക് നോക്കിയാലോ. മഹാരാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമൻ എന്നൊരു മഹാരാജാവാണ് എന്ത് കൊണ്ടുവന്നത്? ഭൂമിദാനം എന്നൊരാശയം കൊണ്ടുവന്നത്. അദ്ദേഹം ഈ ഭൂമിദാനം എന്ന ആശയം ഇങ്ങനെ പുറപ്പെടുപ്പിച്ചു. അതൊരു ഉത്തരവിലൂടെയാണ്. ആദ്യമായിട്ട് അദ്ദേഹം എന്താണ് ജനങ്ങളിലേക്ക് ഭൂമിദാനം എന്നൊരു ആശയം കൊണ്ടുവന്നത്. ഒരു ഉത്തരവിലൂടെയാണ് അദ്ദേഹം ഈ ഭൂമിദാനം എന്ന ആശയം കൊണ്ടുവന്നത്. ആ ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ ലോകത്തും പരലോകത്തും, അതായത് മരണശേഷമുള്ള ലോകത്തും സമാധാനവും വിജയവും ക്ഷേമവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി ദാനമായിട്ട് നൽകുന്നത്. ആർക്കാണ് ഭൂമി ദാനമായിട്ട്? തൻ്റെ കയ്യിലുള്ള ഭൂമിയുടെ പകുതി ഭാഗവും ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദാനമായിട്ട് നൽകുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുമല്ലേ, എന്താ ബ്രാഹ്മൺസിന് മാത്രം എന്താണ് ഈ ഭൂമി ദാനമായിട്ട് നൽകുന്നത്? മറ്റു വർഗ്ഗക്കാർക്ക് ഇല്ലെങ്കിൽ മറ്റു ജാതിക്കാർക്ക് എന്താണ് ഭൂമി ദാനമായിട്ട് നൽകാത്ത എന്തെന്നൊരു ചിന്ത നിങ്ങൾക്കിടയിൽ ഉണ്ടാവും അല്ലേ? ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ ദൈവത്തോട് വളരെ അടുത്തു നിൽക്കുന്നവരും അവരാണ് എന്ത് ചെയ്യുന്നത്? പൂജകൾ ചെയ്യുന്നതും അവരായിരുന്നു. നമുക്കറിയാം അല്ലേ, ജാതി വ്യവസ്ഥയൊക്കെ പണ്ട് നിലനിന്നിരുന്നു അല്ലേ? ജാതിയിൽ ഏറ്റവും ഉയർന്ന തട്ടിലുണ്ടായിരുന്നത് ആരാണ്? ബ്രാഹ്മണരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ പോകുന്നത്. ഇതിൽ ഏറ്റവും മുകളിലുള്ള ബ്രാഹ്മണരുടെ തൊഴിലെന്ന് പറയുമ്പോൾ എന്താണ്? പൂജ ചെയ്യുകയാണ്. ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് ആരെന്ന് പറയുന്നത്? ബ്രാഹ്മൺ. അപ്പം ഈ ബ്രാഹ്മണർക്ക് നമ്മൾ ഭൂമി ദാനമായിട്ട് നൽകുമ്പോൾ അത് ദൈവത്തിന് ഭൂമി ദാനമായിട്ട് നൽകുന്നത് പോലെയാണ് എന്നാണ് അക്കാലത്തെ രാജാക്കന്മാർ വിശ്വസിച്ചിരുന്നത്. ഭൂമി ദാനമായിട്ട് നൽകിയതിന് ശേഷം കുറേ രാജവംശങ്ങളൊക്കെ എവിടെ ഭരിച്ചിരുന്നു? നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു എന്തെന്ന് പറയുന്നത്? ഗുപ്ത രാജവംശം. ഗുപ്ത രാജവംശം നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആരൊക്കെയാണ് ഈ ഗുപ്ത രാജാക്കന്മാർ? അറിയാമോ നിങ്ങൾക്ക്? പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെന്ന് പറയാമൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, സ്കന്ദഗുപ്തൻ, കുമാരഗുപ്തൻ. ഇവരാണ് പ്രധാനപ്പെട്ട രാജാക്കന്മാര്, ഗുപ്ത രാജാക്കന്മാര്. നമ്മൾ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഭൂമിദാനം എന്നൊരു ആശയത്തെ കുറിച്ചാണ് പറഞ്ഞതല്ലേ? ഭൂമിദാനം എന്ന ആശയം ബ്രാഹ്മണർക്കാണ്, അല്ലെങ്കിൽ ഭൂമിദാനമായിട്ട് നൽകിയിരുന്നത് ബ്രാഹ്മണർക്കായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത്തരത്തിൽ ഭൂമി ബ്രാഹ്മണർക്ക് കിട്ടുമ്പോൾ അവരെന്തായിരിക്കും ആ ഭൂമിയിൽ ചെയ്യുക? വെരി ഗുഡ്, കൃഷി ചെയ്യും അല്ലേ? ബ്രാഹ്മണരുടെ കൃഷി എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്തു? വ്യാപിക്കുക ഉണ്ടായി, വികസിക്കുക ഉണ്ടായി. എന്തായിരിക്കും ആ വികസിക്കാനുള്ള കാരണങ്ങൾ? എന്തൊക്കെയായിരിക്കും? ബ്രാഹ്മണര് തരിശു ഭൂമിയായി കിടന്ന സ്ഥലങ്ങൾ, അതായത് കൃഷി ചെയ്യാതെ കിടന്ന സ്ഥലങ്ങളിൽ പോലും എന്ത് ചെയ്തു? കൃഷി ചെയ്തിരുന്നു. അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ? കൃഷി വികസിപ്പിക്കാൻ സഹായിച്ചിരുന്നു. കൂടാതെ കൂടുതൽ തൊഴിലാളികളെ ഏർപ്പാടാക്കിയിരുന്നു. കൂടാതെ അദ്ദേഹം ബ്രാഹ്മണർ എന്ത് ചെയ്തു? അവർക്ക്
ഈ കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുണ്ടായി, സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവ് കൃഷിയുടെ വ്യാപനത്തെ വളരെയധികം സഹായിച്ചിരുന്നു. ഏതൊരു കൃഷിക്കും എന്താണ് വേണ്ടത്? വെള്ളം വേണം അല്ലേ? വെള്ളത്തിനായി അവരെന്ത് ചെയ്തു? പല ജലസേചന മാർഗങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ജലസേചന മാർഗങ്ങൾ? ഡാമുകൾ, പിന്നെന്തൊക്കെ ഉണ്ട്? അണക്കെട്ടുകൾ. ഇതെല്ലാം ജലസേചന മാർഗങ്ങളാണല്ലേ. ഇനി നിങ്ങൾ പരിചിതമല്ലാത്ത ഒരു പേരുണ്ട്, ഘടിയന്ത്രം. ഘടിയന്ത്രം അല്ലെങ്കിൽ അരക്കട്ട. അരക്കട്ടയും എന്താണ്? ജലസേചന മാർഗം തന്നെയാണ്. ഇതൊക്കെ എന്താണ്? കൃഷിയുടെ വികസനത്തെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് മൂല്യനിർണ്ണയം നടത്താം. എന്താണ് ഭൂമിദാനം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂമിദാനം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്ന രാജാവ് ആരായിരുന്നു? ആർക്കാണ് ഭൂമി ദാനമായി നൽകിയിരുന്നത്? കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം ജലസേചന മാർഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം? ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് സ്വയം വിലയിരുത്തുക. ഇനി നിങ്ങൾക്ക് ഒരു സ്വയം ചെയ്യാനുള്ള ഒരു അസൈൻമെൻറ്റ് പോലെ ഒരു ചെറിയൊരു വർക്ക് തരാം. ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഭൂമി സമ്പ്രദായങ്ങളെക്കുറിച്ച് കുറിപ്പ് രേഖപ്പെടുത്തുക. ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.